ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി ആ അനാഥാലയത്തിലെ നടത്തിപ്പുകാരിയുടെ മകനിൽ നിന്നും 18 വയസ്സ് പൂർത്തിയാവുന്നതിന് മുന്നേ ഗർഭിണിയാവുന്നു. ആ പെൺകുട്ടി അവനുമായി പ്രണയത്തിലായിരുന്നോട്ടെ അല്ലായിരുന്നോട്ടെ, ഇതിനുശേഷം അവൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നോട്ടെ, നന്നായി സംരക്ഷിച്ചിരുന്നോട്ടെ അല്ലായിരുന്നോട്ടെ, എന്തൊക്കെയായിരുന്നാലും ഈ കൊച്ചു കേരളത്തിൽ ഇത്തരം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുണ്ടായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവം നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവൻ അവളെ നന്നായി സംരക്ഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവനെ പിടിച്ചിട്ട് ജയിലിടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വെള്ളരിക്ക പട്ടണത്തിലുള്ള ചോദ്യങ്ങളാണ്. നമ്മളെ രാജ്യത്ത് ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, അതിലെല്ലാ പൗരന്മാരും ബോധവന്മാരുമാണ്. ഇത്തരം ബുദ്ധിയില്ലാത്ത പരിപാടികൾ ചെയ്തു വെച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ 100 ആളുകൾ പിന്നാലെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും മോശം കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ പയ്യൻ തീർച്ചയായിട്ടും നിയമ നടപടികൾക്ക് വിധേയനാവണം. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ കൃത്യമായും സർക്കാരിൻ്റെ എല്ലാ രീതിയിലുള്ള മേൽനോട്ടങ്ങളും ഉണ്ടാവണം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടെയുള്ള അന്തേവാസികളായിട്ടുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ എല്ലാ സംരക്ഷണങ്ങളും, അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ ജീവിക്കുന്ന ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ അവരുടെ എല്ലാ സംരക്ഷണങ്ങളും, ഇതെല്ലാം സർക്കാർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അവിടെ വരുന്ന സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സുകൾ അതും കൃത്യമായിട്ട് ഒരു മേൽനോട്ടം ഉണ്ടാവണം. ഒരിക്കലും ഇതൊന്നും ആരുടെയും ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്.